സഹോദരൻ, ഒന്ന് ആത്മാർത്ഥമായി രാത്രിനാക്കി ഈ 22 കൊല്ലത്തെ ഈ ആയുസ് എന്തിനു വിനിയോഗിച്ചു? നിങ്ങളാണ് ഒറിജിനൽ മുജാഹിദ് എന്നാണ് പറയുന്നത്, ആയിക്കോട്ടെ, അത് ഒറിജിനൽ മുജാഹിദാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്യേണ്ട എത്ര പണികൾ വേണ്ട. ആ പണികൾ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും സ്ഥാപിച്ചെടുത്തോ, ഒരു നല്ല സ്ഥാപനമെങ്കിലും. മുമ്പ് പലരും ഉണ്ടാക്കിയത് ചുളിവിലും തട്ടിപ്പിലും അതിങ്ങനെ പിന്നെ ഒളിച്ചു കടത്തി കട്ടെടുത്ത് കൊണ്ടുപോയി എന്നല്ലാതെ മർക്കസ് ദഅ്വ നിങ്ങൾ മാത്രം ഉണ്ടാക്കിയൊന്നല്ല. അന്നത്തെ എല്ലാ മുജാഹിദീങ്ങളും ഒരു ദിവസത്തെ വരുമാനം കൊടുത്തിട്ടാണ് മർക്കസ് ദഅ്വ ഉണ്ടായത്. ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ ചോദിക്കണ്ട, ഞാൻ അന്ന് സുന്നിയാണ്. അന്നത്തെ മുജാഹിദീങ്ങൾ ഒരു ദിവസത്തെ വേതനം കൊടുത്തിട്ടാണ് മർക്കസ് ദഅ്വ ഉണ്ടായത്. അന്നത്തെ മുജാഹിദീങ്ങൾ അഭിമാനമായിരുന്നു. അന്ന് ശബാബ് അത് മുഴുവൻ നിങ്ങൾ കട്ടെടുത്ത് കൊണ്ടുപോയി. പല പള്ളികളും നിങ്ങളായിട്ടുണ്ടാക്കിയതല്ല, മുമ്പുണ്ടാക്കിയത് പോക്കറ്റടിച്ച് പോയതാണ്. അറബി കോളേജിൽ നിന്ന് പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചതല്ല, നല്ല കാലത്ത് സ്ഥാപിച്ചത് നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതാണ്. അല്ലാതെ ക്രിയാത്മകമായിട്ട് എന്താ ചെയ്യാൻ പറ്റിയത്? എന്നാ വിസ്ഡം ഓർഗനൈസേഷൻ നോക്കി. വിസ്ഡം ഓർഗനൈസേഷൻ ഈ ഒരു 10-12 കൊല്ലമായിട്ടുള്ളൂ. ഈ 12 കൊല്ലം കൊണ്ട് കണ്ടോ നൂറുകണക്കായ പള്ളികൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പുറത്തുമായി സ്ഥാപിച്ചു. അൽഹംദുലില്ലാ. പ്രീ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നല്ല വ്യവസ്ഥാപനമായ മദ്രസ സംവിധാനം വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ യാഥാർത്ഥ്യമായി. ജാമിഅത്തുൽ ഹിന്ദ് എന്ന തലയുയർത്തി നിൽക്കുന്ന ആ സ്ഥാപനം അൽഹംദുലില്ലാ, അതിൻ്റെ സന്തതികൾ ഹിക്കമികൾ ഇന്ന് ദഅ്വ രംഗത്ത് സജീവമാണ്. ഈ പ്രസംഗം പോലും അവരാണ് അതിൻ്റെ പിന്നണിയിൽ എല്ലാ വൈജ്ഞാനികമായ കാര്യം ചെയ്തവർ. അതേപോലെ പീസ് റേഡിയോ 5 ലക്ഷം മനുഷ്യന്മാരാണ് അത് ഡൗൺലോഡ് ചെയ്ത് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെ നിന്നും കിട്ടും. ലോകത്തെവിടെ പോയാലും 24 മണിക്കൂർ ലഭിക്കുന്ന ഓൺലൈൻ റേഡിയോ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ പീസ് റേഡിയോ സെർച്ച് ചെയ്താൽ കിട്ടും. 24 അവർ അതിൽ എല്ലാ ദീനിയായ പാഠങ്ങളുമുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ ദുന്യവിയായ അത്യാവശ്യം കാര്യങ്ങൾ അതും പറഞ്ഞു കൊടുക്കും. വ്യത്യസ്തമായ സമ്മേളനങ്ങൾ, പ്രോഫ്കോൺ അടക്കം, പ്രൊഫൈസ് അടക്കമുള്ള സംഗതികൾ, 600-ലേറെ മുഖാമുഖങ്ങൾ, വ്യത്യസ്തമായ ആദർശ വിരോധികളുമായി 600-ലേറെ മുഖാമുഖങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാ. വാദപ്രതിവാദങ്ങൾ നടത്തി. ഇങ്ങനെ തുടങ്ങി എത്ര ദഅ്വ സംരംഭങ്ങൾ, ഫാമിലി കോൺഫറൻസുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ഫാമിലി കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് നവംബർ 17 അരീക്കോട് വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. അന്നു തന്നെ കണ്ണൂർ വെച്ച് പ്രൊഫൈസ് നടക്കുകയാണ്. സഹോദരങ്ങളെ, ദഅ്വ രംഗത്ത് അതിശക്തമാണ്. നിങ്ങൾക്ക് ഈ 22 കൊല്ലങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ഇവിടെ കണക്കൊന്നും പറയണ്ട. പക്ഷെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. CM മടവൂര് പടച്ചോനെന്ന് പറഞ്ഞിട്ട് വരെ മിണ്ടാങ്ങൾക്ക് പറ്റിയോ? ഞാൻ അപ്പോഴും എന്താ ശിർക്കുള്ളത്? CM മടവൂര് പടച്ചോനാണ്, മുദബ്ബിർ ആലമാണ് എന്ന് മോലേമാർ ഒന്നടങ്കം പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വഴലെങ്കിലും വേണ്ട, അവനെ മൊബൈൽ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു ക്ലിപ്പ് വിടാനെങ്കിലും നിങ്ങൾ ആരെയും ഉണ്ടായോ? എന്നിട്ട് നിങ്ങളാണ് ഒറിജിനൽ മുജാഹിദ്. ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. സഹോദരന്മാരെ, ചില യാഥാർത്ഥ്യങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.